നമസ്കാരം. എയ്സ് കോപ്പറേറ്റീവ് അക്കാദമിയിലേക്ക് സ്വാഗതം. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞു. PSC ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. 406 പേരുൾപ്പെട്ടിട്ടുള്ള ഷോർട്ട് ലിസ്റ്റാണ് PSC പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ജോലിയിലേക്ക് എത്താനുള്ള നമ്മുടെ ആദ്യത്തെ കടമ്പ നമ്മൾ കടന്നു കഴിഞ്ഞു. ഇനി നമുക്ക് മുമ്പിലുള്ളത് ഇൻ്റർവ്യൂ ആണ്. റാങ്ക് നിർണയത്തിൽ ഇൻ്റർവ്യൂവിന് നമ്മൾ നേടുന്ന മാർക്ക് വളരെ വലിയ പങ്ക് നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂവിൽ മാക്സിമം മാർക്ക് നേടുക എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. എയ്സ് കോപ്പറേറ്റീവ് അക്കാദമി അതിന് നിങ്ങളോടൊപ്പമുണ്ട്. എയ്സ് കോപ്പറേറ്റീവ് അക്കാദമിയുടെ ഫ്രീ ഇൻ്റർവ്യൂ ബാച്ച് മാർച്ച് 28-ന് ആരംഭിക്കുകയാണ്. ഇൻ്റർവ്യൂവിൽ എങ്ങനെ പെർഫോം ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്നത് സഹകരണ വകുപ്പിൽ നിന്ന് അഡീഷണൽ രജിസ്ട്രാറായിട്ട് വിരമിച്ച ശ്രീ നൗഷാദ് സാറാണ്. സാറിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സാറിൻ്റെ ഒരു കരിയർ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്നുള്ള നിലയിലാണ്. അതെ അതെ. എന്താണ് ഞങ്ങൾ ഉദ്യോഗാർത്ഥികളോട് സാറിന് പറയാനുള്ളത്? ഒരു ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ, പ്രത്യേകിച്ച് കോപ്പറേഷൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ HDC ഡിഗ്രി വിത്ത് JDC ഒക്കെ കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച എന്ന് നമുക്ക് പറയാം, മികച്ച ഒരു തസ്തികയാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞത്. മറ്റ് ഡിഗ്രി ഹോൾഡേഴ്സിനൊക്കെ കിട്ടുന്ന സൗകര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടൊരു കോപ്പറേഷൻ പഠിച്ചൊരു കുട്ടിക്കും കിട്ടും. പക്ഷേ ഈ ഒരു തസ്തിക, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന തസ്തിക, ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ JDCയോ HDCയോ ഡിപ്ലോമ കഴിഞ്ഞ ഡിഗ്രി ഉള്ളൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിലെ ഒരു വലിയ സ്റ്റേജിലേക്കാണ് എൻട്രി കിട്ടുന്നത്. ഉദാഹരണക്ക് ഇതൊരു മികച്ച ഒരു അവസരമാണ്. അപ്പോൾ അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ JCIയിൽ ഇൻ്റർവ്യൂ, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയിൽ ആദ്യത്തെ കടമ്പ നമ്മൾ പരീക്ഷ കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ ഇൻ്റർവ്യൂ വരുന്നത്. ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഒരു 15 മിനിറ്റിലുള്ള, മാക്സിമം ഒരു 15 to 20 മിനിറ്റിലുള്ള ഒരു പ്രോസസ്സ്. എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ ഇൻ്റർവ്യൂ? പലപ്പോഴും ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മുടെ റാങ്ക് നിശ്ചയിക്കുന്നതിലൊരു വലിയ ഘടകം. സ്വാഭാവികമായിട്ടും നമ്മൾ മത്സര പരീക്ഷ കഴിഞ്ഞു, കേവലം ഒരു 20 മാർക്കിൻ്റെ ഇൻ്റർവ്യൂ ആണ് നമുക്ക് മുമ്പിലുള്ളത്. വളരെ നല്ല പെർഫോമൻസ് ചെയ്യുന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 14 15 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരും. പക്ഷെ അതായിരിക്കും ആ കുട്ടിയുടെ പിന്നീടുള്ള അവരുടെ സീനിയോറിറ്റി നിശ്ചയിക്കുന്നതാണ്. കാരണം ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ കട്ട് ഓഫ് മാർക്ക് 57 ഈ വർഷം. ഇത്തവണത്തത് 57 കട്ട് ഓഫ് മാർക്ക്. കഴിഞ്ഞ വർഷം 70-ലധികം 71 തോന്നുന്നു, 73 ആണെന്ന് തോന്നുന്നു. ഈ വർഷം കുറച്ച് ടഫായിരുന്നു എക്സാം, അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് കുറഞ്ഞു വന്നു. പക്ഷേ ഈ 57 എന്ന് പറഞ്ഞാൽ 57, 58, 59, 60, 62 ഇങ്ങനെ ഒരു 65-നോ 70-നോ താഴെയായിരിക്കും മിക്ക റാങ്കുകളും ഉണ്ടാവുക. ഒരു ചെറിയ 70-ന് താഴെയായിരിക്കും ഈ റാങ്കുകളൊക്കെ കിടക്കുന്നത്. അപ്പോൾ അവിടെ ഇൻ്റർവ്യൂവിലെ മാർക്ക് വളരെ നിർണായകമാണ്. ഇൻ്റർവ്യൂവിൽ ഒരു 15 മാർക്ക് എന്ന് പറയുന്നതും ഇൻ്റർവ്യൂവിൽ ഒരു 14 മാർക്ക് എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഇവൻ്റെ മത്സര പരീക്ഷയിലെ റാങ്കിനെ അട്ടിമറിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഇൻ്റർവ്യൂവിലെ മാർക്ക് ചിലപ്പം കയറും. മത്സര പരീക്ഷയിൽ 1 അല്ലെങ്കിൽ 1/2 മാർക്കിൻ്റെയൊക്കെ വ്യത്യാസത്തിലായിരിക്കും പലരും രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം മത്സര പരീക്ഷയെക്കാളേറെ, ഞാൻ എങ്ങനെയാണ് പറയുക, മത്സര പരീക്ഷയെക്കാളേറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഈ ഒരു എൻട്രി കേഡറിൽ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്നുള്ള പോസ്റ്റ് വളരെ ഗ്ലാമറസ് പോസ്റ്റ് എന്നാണ് പറയുന്നത്. എന്താണ് ഈ ഒരു പോസ്റ്റിൻ്റെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത്? ഇതൊരു ഗ്ലാമർ പോസ്റ്റാണെന്ന് പറയാൻ കാരണം, സാധാരണ ഇതൊരു സർക്കാർ സർവീസാണല്ലോ. പലപ്പോഴും പലർക്കും അറിയാതെ പോകുന്നൊരു കാര്യം കൂടിയാണ്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ, ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സർക്കാർ ഇതാണ്. കോപ്പറേറ്റീവ് സെക്ടർ എന്ന് പറയുന്നത്
നമ്മുടെ ക്വാസി ഗവൺമെൻറ്റൽ സ്ഥാപനമായ സഹകരണ സ്ഥാപനങ്ങളാണ്. ഇതൊരു ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ ഒരു പിന്നെ ഒരു എൻട്രി ലെവൽ പോസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ ജൂനിയർ LDC എന്ന് പറയുന്നു, ലോവർ ഡിവിഷണൽ ക്ലർക്ക് എന്ന് പറയുന്ന തസ്തികയാണ്. അപ്പോൾ LDCയിൽ കയറി അടുത്ത പ്രൊമോഷൻ UDC ആണ്, അപ്പർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറയുന്നത്. ഒരു LDCയിൽ നിന്ന് UDCയിലേക്ക് എത്താൻ 4, 5, 6 വർഷം, പല ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിൽ കൂടുതലൊക്കെ എടുത്തുനിന്ന് വരും. അപ്പോൾ അപ്പർ ഡിവിഷൻ ക്ലർക്കായിട്ട് ഇരുന്നിട്ട് 5 വർഷമോ 6 വർഷമോ കഴിഞ്ഞാലാണ് അടുത്ത പ്രൊമോഷൻ വരിക. അതായത് ജൂനിയർ സൂപ്രണ്ട് എന്ന് പറയുന്നൊരു പോസ്റ്റ്, JS എന്ന് പറയുന്നൊരു പോസ്റ്റ്. അപ്പോൾ ഒരാൾ എൻട്രി കേഡറിൽ കയറിയിട്ട് JSയിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും മിനിമം 10, 12, ചിലപ്പോൾ 13, 14 വർഷങ്ങളൊക്കെ എടുക്കും. അങ്ങനെയുള്ള ആ ജൂനിയർ സൂപ്രണ്ട് തസ്തികക്ക് സമാനമായ തുല്യമായ ഒരു പോസ്റ്റിലേക്കാണ് ഈ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാൾ LD ആകുന്നതും ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഒരാൾ ജൂനിയർ ഇൻസ്പെക്ടർ ആകുന്നതും തമ്മിൽ അവൻ്റെ 10-15 വർഷത്തെ സർവീസ് അവന് ലാഭിക്കുക ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഗ്ലാമർ. ഇതിൻ്റെ ഏറ്റവും മിനിമം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു 3ാമത്തെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ, ഈ ജൂനിയർ ഇൻസ്പെക്ടർ കഴിഞ്ഞിട്ടൊരു 3ാമത്തെ വലിയ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഗസറ്റഡ് പോസ്റ്റാണ്. അതായത് ഒരു 20 സർവീസിനകത്ത് ഒരു 20 വർഷമെങ്കിലും മിനിമം പിന്നിട്ട് കഴിഞ്ഞാൽ അവനൊരു ഗസറ്റഡ് തസ്തികയിലേക്ക് അവന് പ്രൊമോഷൻ എത്തും. അത് തന്നെയാണ് ഇതിൻ്റെ ഗ്ലാമർ. സർവീസ് തുടങ്ങി 15നും 20നും ഇടയ്ക്ക് കൊല്ലം കൊണ്ട് അവനൊരു 15 കൊല്ലത്തിനിടക്ക് 15 വർഷം കൊണ്ട് തീർച്ചയായിട്ടും ഒരു ഗസറ്റഡ് പോസ്റ്റിലേക്ക് മിക്കവാറും ഒരാൾ കയറും എന്നുള്ളത് അതൊരിക്കലും തന്നെ സാധാരണ ഒരു ഗവൺമെൻറ് എൻട്രി സർവീസിൽ ഒരു LDC ആയാൽ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ ഒരു ഗ്ലാമർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ആക്റ്റും ചട്ടവും ഭേദഗതി ചെയ്തതിന് ശേഷം വരുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് നമുക്ക് ഈ ഇൻ്റർവ്യൂവിൽ കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ സാധിക്കും? ഞാൻ അങ്ങനെ കരുതുന്നില്ല. കാരണം ഉദ്യോഗാർത്ഥികൾ അത്ര കണ്ട് അവെയർ അല്ലാത്തൊരു മേഖലയാണ് പുതിയ ഈ റൂൾ അമെൻമെൻറ്റും ആക്ട് അമെൻമെൻറ്റുകളൊക്കെ. ഇപ്പോഴും വളരെ കോൺട്രവേഴ്സ്യലായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, നിയമസഭയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു ചോദ്യമല്ലാതെ, അതായത് ഇപ്പോൾ എന്താണ് കോൺട്രവേഴ്സ്യലായിട്ടുള്ള ആക്ടിൻ്റെ ഭാഗം അല്ലെങ്കിൽ കോൺട്രവേഴ്സ്യലായിട്ടുള്ള റൂളിൻ്റെ ഭാഗം എന്നൊക്കെ ചോദിക്കുക എന്നല്ലാതെ അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള സെക്ഷനും റൂളിൻ്റെ സബ്സെക്ഷനൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം പ്രതീക്ഷിക്കുന്നില്ല. അതങ്ങനെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. മറിച്ച് സഹകരണ മേഖലയെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ളൊരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ഈ വർഷത്തെ ഈ ഇൻ്റർവ്യൂവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഏറെ പഴി കേൾക്കേണ്ടി വരുന്ന ഒരു മേഖലയായിട്ട് മാറുന്നു. അത് ഒരിക്കലും തന്നെ എന്താണ് പറയുക, നമുക്ക് പലപ്പോഴും അത് മാധ്യമ സൃഷ്ടികളോ അല്ലെങ്കിൽ വേണ്ടാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വരുന്നൊക്കെ ആയിരിക്കും. പക്ഷേ ഏറെക്കുറെ ഒരു സഹകരണ മേഖലയെക്കുറിച്ചൊക്കെയുള്ള ഒരു എന്താ പറയുക ആളുകൾക്കിടയിൽ ഒരു ചർച്ചയാകുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ പുതിയ സഹകരണ നിയമങ്ങൾ വന്നു. അതേപോലെ തന്നെ സഹകരണ കേന്ദ്ര ആക്റ്റുകൾ പ്രകാരം ഒരുപാട് സഹകരണ സ്ഥാപനങ്ങൾ രാജ്യത്തൊക്കെ വരാൻ തുടങ്ങി. സഹകരണത്തിനൊരു മന്ത്രാലയം കേന്ദ്രത്തിലൊക്കെ വന്നു. അതുകൊണ്ട് സഹകരണം എപ്പോഴും ഒരു ചർച്ചയാകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കാലികമായ സഹകരണ വിഷയങ്ങളെക്കുറിച്ച് ഒരു നല്ല ധാരണ ഇൻ്റർവ്യൂവിന് പോകുന്നൊരു കുട്ടിക്ക് ഉണ്ടായിരിക്കണം. അതിൽ മൈന്യൂട്ടായിട്ടുള്ള ഒരു മൈക്രോ ലെവൽ ചോദ്യങ്ങളൊന്നും ഇൻ്റർവ്യൂവിൽ ഉണ്ടാവില്ല. അതിൽ സാധ്യത കുറവാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വരുന്ന ഒരു ഇൻ്റർവ്യൂറെ അനുസരിച്ചിരിക്കും അതൊക്കെ. അടുത്തതായിട്ട് നമ്മളെല്ലാ ഉദ്യോഗാർത്ഥികളും അതിൻ്റെ ഒരു മോണിറ്ററി ബെനിഫിറ്റിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും എന്തായാലും. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒരു പേ സ്കെയിലും കാര്യങ്ങളും വരുന്നത്? ഇപ്പോൾ സഹകരണ ഒരു കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പേ സ്കെയിൽ സമന് ഏറ്റവും ഉയർന്നൊരു പേ സ്കെയിലാണ്. ഇപ്പോൾ ഒരു 40,000 അടുത്ത് 39,300 അങ്ങനെ ഒരു സ്കെയിലാണെന്ന് തോന്നുന്നു. മറ്റ് ആനുകൂല്യങ്ങളൊക്കെ വരുമ്പോഴേക്കും അതൊരു 40,000 സ്കെയിലിലേക്ക് നമുക്ക് കയറാൻ കഴിയുന്ന
ഒരു തസ്തികയാണിത്. എൻട്രി കേഡറിൽ തന്നെ അത് കിട്ടുക എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലറിക്കൽ പോസ്റ്റിലേക്കൊക്കെ നമുക്ക് കയറുമ്പോൾ കിട്ടുന്നതിനേക്കാൾ എത്രയോ മികച്ച ഒരു സ്കെയിലാണ് ഇത് കിട്ടുന്നത്. മാത്രമല്ല ഇതിൻ്റെ പ്രൊമോഷൻ തസ്തികകളിൽ ഈ സ്കെയില് എത്ര കണ്ട് ഉയരുന്നു എന്ന് ചോദിച്ചാൽ ഒരു ഏറ്റവും അവസാനത്തെ ഒരു തസ്തിക എന്നൊക്കെ പറയുന്ന അഡീഷണൽ രജിസ്ട്രാർ തസ്തികയാണ്. അഡീഷണൽ രജിസ്ട്രാർ തസ്തികയൊക്കെ പറയുമ്പോൾ 1 ലക്ഷത്തിൻ്റെ മുകളിൽ 1,15,000 ഒക്കെ ശമ്പളം കിട്ടുന്ന രീതിയിൽ ഉള്ള ഒരു പേ സ്കെയിലാണ് ഒക്കെ ഉള്ളത്. സാമാന്യം ഇപ്പോൾ ജില്ലയിലെ ജോയിൻറ്റ് രജിസ്ട്രാർ എന്ന് പറയുന്ന ഒരു തസ്തിക, ഒരു ജില്ലാ ലെവൽ ഓഫീസറാണ് ജോയിൻറ്റ് രജിസ്ട്രാർ എന്ന് പറയുന്നത്. ഈ ജില്ലാ ലെവൽ ഓഫീസർ ജോയിൻറ്റ് രജിസ്ട്രാർ തസ്തിക എന്ന് പറഞ്ഞാൽ ജില്ലയിലെ മറ്റ് ഇതര ജില്ലാ ഓഫീസർമാരെക്കാൾ കൂടുതൽ മികച്ച സ്കെയിലാണത്. എല്ലാ ജില്ലാ ഓഫീസർമാർക്കും സമാനമായ സ്കെയിലല്ല, എന്നാലും അതിലേറ്റവും ഭേദപ്പെട്ട സ്കെയിൽ ഒരു സഹകരണ വകുപ്പിൽ ജോയിൻറ്റ് രജിസ്ട്രാർക്കാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു എല്ലാ തസ്തികയും അതിൻ്റെ പേ സ്കെയിൽ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഒരു ഗോൾഡൻ സ്കെയിൽ എന്ന് പറയുന്നത് സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കാണ്. തീർച്ചയായിട്ടും. ഇനി അപ്പോൾ ഇൻ്റർവ്യൂവിൽ എത്രത്തോളം പ്രാധാന്യം ഇൻ്റർവ്യൂ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മുടെ പരിശീലനം ഇൻ്റർവ്യൂവിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്ന ഒരു ഉദ്ദേശം വെച്ചിട്ടായിരിക്കണം. അപ്പോൾ ഇതുവരെ നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള നൗഷാദ് സാറിന് നന്ദി പറയുന്നു. താങ്ക് യു സാർ. ഇനി നമ്മുടെ പരിശീലനം എന്തായാലും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇൻ്റർവ്യൂ വരെ നമ്മുടെ പരിശീലനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് എയ്സ് കോപ്പറേറ്റീവ് അക്കാദമി നിങ്ങളോടൊപ്പമുണ്ട്. എയ്സ് കോപ്പറേറ്റീവ് അക്കാദമിയുടെ ഫ്രീ ഇൻ്റർവ്യൂ ബാച്ച് മാർച്ച് 28-ന് ആരംഭിക്കുകയാണ്. നമുക്ക് മാർഗനിർദ്ദേശങ്ങളുമായി നൗഷാദ് സാറുണ്ട്. അതിനു പുറമെ നമ്മൾ മോക്ക് ഇൻ്റർവ്യൂകളുമായിട്ട് നിങ്ങളോട് വരുന്നതാണ്. അപ്പോൾ അത്തരം മികച്ച പരിശീലനം എയ്സ് കോപ്പറേറ്റീവ് അക്കാദമി ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. നമസ്കാരം.